വർഷം 2001 ജൂലൈ 25-ന് കേരളത്തിൽ ഇടുക്കിയിൽ അന്ന് വിചിത്രമായ ഒരു സംഭവം അരങ്ങേറി. ആ ദിവസം ഏവരെയും ഞെട്ടിച്ചത് അന്ന് പെയ്ത ചുവന്ന നിറത്തിലുള്ള മഴയായിരുന്നു. വെൽക്കം ടു ബുദ്ധിജീവി. ഇന്ന് ഇടുക്കിയിൽ മുൻപ് പെയ്ത ചുവന്ന നിറത്തിലുള്ള മഴയെക്കുറിച്ച് പരിചയപ്പെടാം. 2001 ജൂലൈ 25-ന് കേരളത്തിലെ ഇടുക്കി ജില്ലയിൽ പതിവിൽ നിന്നും വിപരീതമായി പെയ്ത മഴയ്ക്ക് ചുവന്ന, അതായത് രക്തത്തിന്റെ നിറമായിരുന്നു. അതോടെ ഈ വാർത്ത കാട്ടുതീ പോലെ കൂടുതൽ ആളുകളിലേക്കും മാധ്യമ ശ്രദ്ധയിലേക്കും എത്തപ്പെട്ടു. ജൂലൈ അവസാനത്തിൽ തുടങ്ങിയ ചുവന്ന മഴ പലപ്പോഴായി തുടർന്ന് സെപ്റ്റംബർ അവസാനം വരെ പെയ്യുകയുണ്ടായി. എന്താണ് ഇതിനുള്ള കാരണം? ഇതേപ്പറ്റി കൂടുതലായി പരിശോധിക്കുമ്പോൾ കേരളത്തിൽ ഇതിനു മുൻപും ശേഷവും 1896-ലും 2012-ൽ അവസാനമായും ഇത്തരത്തിൽ നിറങ്ങളിലുള്ള മഴകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായി കാണാൻ സാധിക്കും. അന്ന് നടന്ന ആദ്യ മൈക്രോസ്കോപ്പിക്കൽ നിരീക്ഷണത്തിൽ ഇത് ഏതെങ്കിലും ഒരു ഉൽക്കാസ്ഫോടനത്തിലൂടെ സംഭവിച്ച നിറപ്പകർച്ച ആവാമെന്നുള്ള നിഗമനങ്ങൾ ഉയർന്നു വന്നു. പിന്നീട് നടന്ന ഇന്ത്യ ഗവൺമെന്റ് കൃത്യമായ പഠനത്തിലൂടെ ചില നാടൻ ആൽഗകളുടെ കണങ്ങൾ വായുവിൽ കലർന്നത് മൂലമാണ് ഇത്തരത്തിലുള്ള റെഡ് റെയിൻ സംഭവിച്ചത് എന്ന് തെളിയിക്കപ്പെട്ടു. കൂടാതെ അന്തരീക്ഷത്തിലെ ഇത്തരത്തിലുള്ള ആൽഗ സാന്നിധ്യവും പൊടിപടലങ്ങളുമാണ് പലയിടങ്ങളിലും സംഭവിച്ച ഇത്തരം മഴകൾക്കുള്ള കാരണമെന്ന് പിന്നീട് പഠനങ്ങൾ തെളിയിച്ചു. കേരളത്തിൽ മാത്രമല്ല, വടക്കു കിഴക്കൻ ശ്രീലങ്കയുടെ ചില ഭാഗങ്ങളിലും ലോകത്തിന്റെ മറ്റു പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ ചില നിറങ്ങളിലുള്ള മഴ പെയ്തതായിട്ടുള്ള റിപ്പോർട്ടുകൾ പിന്നീട് പുറത്തു വന്നു. മലയാളത്തിൽ ഇതുമായി ബന്ധപ്പെടുത്തി റെഡ് റെയിൻ എന്ന പേരിൽ ഒരു സിനിമ അക്കാലത്ത് ഇറങ്ങുകയുണ്ടായി. അപ്പോൾ ഇതൊക്കെയാണ് കേരളത്തിൽ പെയ്ത വിചിത്രമായ റെഡ് റെയിനെ കുറിച്ചുള്ള ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മറ്റുള്ളവരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. See you soon.